ലോകത്തെ മുഴുവൻ ആശങ്കയിൽ നിർത്തുന്ന ഉത്തര കൊറിയയെക്കുറിച്ചുള്ള ഒരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരുടെ രഹസ്യ ആയുധത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ദക്ഷിണ കൊറിയ പുറത്തുവിട്ടിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വെളിപ്പെടുത്തലാണ് അടുത്തിടെ സൗളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. വടക്കൻ കൊറിയയുടെ പക്കൽ ഏകദേശം 2 ടൺ, അതായത് 2000 കിലോ അതീവ സമ്പുഷ്ട യുറേനിയം, അതായത് ഹൈലി എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്ന ദക്ഷിണ കൊറിയയുടെ മുന്നറിയിപ്പാണത്. ഇത് ആഗോളതലത്തിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഈ വൻ ശേഖരം കിം ജോങ് ഉൻ ഭരണകൂടം തങ്ങളുടെ സൈനിക ശക്തി എത്രമാത്രം വർദ്ധിപ്പിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. പരമ്പരാഗതമായി വടക്കൻ കൊറിയ തങ്ങളുടെ ആണവായുധ പദ്ധതികൾക്കായി പ്ലൂട്ടോണിയത്തെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ 2 ടൺ HEUവിന്റെ സാന്നിധ്യം അവർ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും വലിയ പുരോഗതി നേടിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. 2000 കിലോ HEU ഉപയോഗിച്ച് ഏകദേശം 60ഓളം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇത് വടക്കൻ കൊറിയയുടെ നിലവിലെ ആയുധ ശേഖരത്തിൽ വലിയ വർധനവാണ് വരുത്തുന്നത്. അതായത് അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ വലിയൊരു ആയുധ ശേഖരം തന്നെയാണ് ഉത്തര കൊറിയ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്ലൂട്ടോണിയം ഉൽപാദനത്തിന് വലിയ പ്ലാന്റുകൾ ആവശ്യമാണ്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ചെറുതും കൂടുതൽ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ളതുമാണ്. ഇത് അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസികൾക്ക് പോലും ഈ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കും. ഈ രഹസ്യ സ്വഭാവം ഉത്തര കൊറിയയ്ക്ക് തങ്ങളുടെ ആണവ പദ്ധതികൾ കൂടുതൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരവും നൽകുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും ഏർപ്പെടുത്തിയ ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ പദ്ധതികളിൽ യാതൊരു വെട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് ഈ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഉപരോധങ്ങൾ രാജ്യത്തിന്റെ സാധാരണ പൗരന്മാരുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴും കിം ജോങ് ഉൻ ഭരണകൂടം ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മിസൈൽ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയുടെ തുടർച്ചയായ പരീക്ഷണങ്ങൾ ഈ ആണവായുധങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരെ എത്തിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ലോകത്തോട് ഉത്തര കൊറിയ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ആണവായുധങ്ങളെ വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ നിരയുടെ സാന്നിധ്യം ഉത്തര കൊറിയയുടെ ഭീഷണിപ്പെടുത്താനുള്ള ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഉത്തര കൊറിയയുടെ പക്കലുള്ള അതീവ സമ്പുഷ്ട യുറേനിയത്തിന്റെ വൻ ശേഖരം കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ നിലനിന്നിരുന്ന സൈനിക നയതന്ത്ര ധാരണകളെ അപ്പാടെ ചോദ്യം ചെയ്യുന്നതാണ് സൗളിൽ നിന്ന് പുറത്തു വന്ന ഈ വിവരം. പരമ്പരാഗതമായി ആണവായുധ പദ്ധതികൾക്കായി പ്ലൂട്ടോണിയത്തെ ആശ്രയിച്ചിരുന്ന ഉത്തര കൊറിയ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും വലിയ പുരോഗതി നേടിയെന്ന് 2 ടൺ HEUവിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഈ അളവ് ഉപയോഗിച്ച് ഏകദേശം 60ഓളം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നത് കിം ജോങ് ഉൻ ഭരണകൂടം തങ്ങളുടെ സൈനിക ശേഷി എത്രമാത്രം വർദ്ധിപ്പിച്ചു എന്നതിന്റെ സൂചനയാണ്. ഈ വർദ്ധിച്ചു വരുന്ന ഭീഷണി മേഖലയിലെ രാജ്യങ്ങളെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ നിർബന്ധിതരാക്കും. ദക്ഷിണ കൊറിയയും അതുപോലെ ജപ്പാനും തങ്ങളുടെ ഏക രക്ഷാ കവചമായ അമേരിക്കയുമായുള്ള സൈനിക സഹകരണം കൂടുതൽ ദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. കൂടുതൽ സംയുക്ത സൈനിക അഭ്യാസങ്ങളും അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ വിന്യാസവും ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. ഇതൊരു പുതിയ ആയുധ മത്സരത്തിന് തിരികൊളുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇതിനകം തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ പരീക്ഷിച്ച വടക്കൻ കൊറിയയുടെ നീക്കങ്ങൾ ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും സമാന സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പ്രതിരോധ ബജറ്റുകളിലെ വർധനവ് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വികസന പദ്ധതികളെ ബാധിക്കുകയും ചെയ്യും. മേഖലയിലെ പ്രധാന ശക്തിയായ ചൈനയ്ക്ക് ഉത്തര കൊറിയയുടെ ഈ നീക്കം വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഉത്തര കൊറിയൻ ഭീഷണി കാരണം ദക്ഷിണ കൊറിയയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് ചൈന അവരുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. നിയന്ത്രണാതീതമായ ഒരു അയൽക്കാരൻ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൈന തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയയെ ഒറ്റപ്പെടുത്താൻ അവർ തയ്യാറാകില്ല. ആണവ നിരായുധീകരണ ചർച്ചകൾ സ്തംഭിച്ച നിലവിലെ അവസ്ഥയിൽ വൻതോതിലുള്ള HEU ശേഖരം ചർച്ചാമേശയിൽ വടക്കൻ കൊറിയയ്ക്ക് കൂടുതൽ വിലപേശൽ ശക്തി നൽകും. ഉപരോധങ്ങൾ പിൻവലിക്കൽ പോലുള്ള കടുത്ത ആവശ്യങ്ങൾ അവർ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ ഇപ്പോൾ ഒരു ആണവ ശക്തിയായി മാറിയെന്ന് ലോകം അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചുരുക്കത്തിൽ ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന ആണവ
ആണവശേഷി കിഴക്കൻ ഏഷ്യയെ ഒരു പുതിയ ശീതയുദ്ധ സമാനമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയം, അവിശ്വാസം, സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള തിടുക്കം എന്നിവ മേഖലയിലെ സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ സ്ഥിതിവിശേഷം അന്താരാഷ്ട്ര സമൂഹത്തിന് ഉടനടി പരിഹരിക്കേണ്ട ഒരു പ്രധാന വിഷയമായിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ പദ്ധതികൾ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറിയൻ ഉപദ്വീപിലും ലോകമെമ്പാടും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഈ ആണവശേഷി കേവലം പ്രതിരോധത്തിനപ്പുറം ഒരു ഭീഷണിയുടെ രൂപം കൈക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിന്റെ പക്കൽ 2 ടൺ അതീവ സമ്പുഷ്ട യുറേനിയം, അതായത് HU ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഉത്തര കൊറിയയുടെ ആണവ കരുത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് അടിവരയിടുന്നതാണ്. ഉത്തര കൊറിയയുടെ ആണവശേഷി പ്രധാനമായും 2 അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഒന്ന് പ്ലൂട്ടോണിയം, മറ്റേത് അതീവ സമ്പുഷ്ട യുറേനിയം. തുടക്കത്തിൽ യോങ് ബിയോൺ ആണവ സമുച്ചയം വഴി ഉൽപ്പാദിപ്പിച്ച പ്ലൂട്ടോണിയമാണ് രാജ്യത്തിന്റെ ആണവ പദ്ധതിയുടെ നട്ടെല്ലായി വർദ്ധിച്ചിരുന്നത്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ അവരുടെ ആയുധ ഉൽപ്പാദന ശേഷി വളരെയധികം വർദ്ധിച്ചു. 2 ടൺ HU എന്ന കണക്ക് ഏകദേശം 60ഓളം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ മതിയായതാണ്. പ്ലൂട്ടോണിയത്തെ അപേക്ഷിച്ച് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ചെറുതും ഒളിപ്പിക്കാൻ എളുപ്പമുള്ളതുമാണ്. ഇത് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കിം ഭരണകൂടത്തെ സഹായിക്കുന്നു. ഈ ഇരട്ട ശേഷി ഉത്തര കൊറിയയുടെ ആണവ കരുത്തിനെ കൂടുതൽ വിനാശകരമാക്കുന്നുണ്ട്. ആണവായുധങ്ങൾ മാത്രമല്ല, ഭീഷണി ഉയർത്തുന്ന മിസൈലുകളും ഇവരുടെ കയ്യിലുണ്ട്. മിസൈലുകൾ ആണവ പോർമുനകളെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള വിക്ഷേപണ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഉത്തര കൊറിയ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. അവരുടെ പക്കലുള്ള പ്രധാന മിസൈൽ സംവിധാനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ആദ്യത്തേത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരെ എത്താൻ ശേഷിയുള്ള ICBMകളുടെ വിജയകരമായ പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ ഭീഷണിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഹാസ്വാങ് 15, ഹാസ്വാങ് 17 തുടങ്ങിയ മിസൈലുകൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശബ്ദത്തേക്കാൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ളവയാണ്. സമുദ്രാന്തർഭാഗത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളുമുണ്ട് ഇവരുടെ കയ്യിൽ. അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ശത്രു രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത രീതിയിൽ ആക്രമണം നടത്താനുള്ള ശേഷി ഉത്തര കൊറിയയ്ക്ക് നൽകുന്നു. ഇത്രയധികം ആണവ അസംസ്കൃത വസ്തുക്കളോടൊപ്പം അവയെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൃത്യതയോടെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയ നേടിയതോടെ അവർ ലോകശക്തികൾക്ക് മുന്നിൽ ഒരു യഥാർത്ഥ ആണവ ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉത്തര കൊറിയയുടെ വർദ്ധിച്ച ആണവശേഷി കിഴക്കൻ ഏഷ്യയിൽ സുരക്ഷാ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഉപരോധങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ആണവായുധങ്ങൾ നേടിയ കിം ജോങ് ഉൻ ഭരണകൂടം ഈ ആയുധങ്ങളെ തങ്ങളുടെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അനിവാര്യമായ പ്രതിരോധ കവചമായിട്ടാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിരായുധീകരണത്തിന് തയ്യാറാകാൻ വേണ്ടി അവർ കടുത്ത ഉപാധികൾ തന്നെ മുന്നോട്ട് വെച്ചേക്കാം. ചുരുക്കത്തിൽ ഉത്തര കൊറിയ കൈവശം വെച്ചിരിക്കുന്ന അതിമാരകമായ ആണവായുധങ്ങളും അവയുടെ വിക്ഷേപണ ശേഷിയും കേവലം ദക്ഷിണ കൊറിയയ്ക്ക് മാത്രമല്ല, മുഴുവൻ ലോകത്തിനും ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ ആണവശക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത് ലോകസമാധാനത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ഉത്തര കൊറിയയുടെ ആണവായുധ പരിപാടികളും മിസൈൽ പരീക്ഷണങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം നമ്മൾ നിരവധി തവണ സംസാരിച്ചതാണ്. അവരുടെ പ്രവചനാതീതമായ പെരുമാറ്റവും അത്തരം മാരകായുധങ്ങളുടെ കൈവശം വെക്കലും ലോകസമാധാനത്തിനും പ്രാദേശിക സുരക്ഷയ്ക്കും ഒരു വലിയ ഭീഷണി ഉയർത്തുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇങ്ങനെ ലോകസമാധാനത്തിന് ഭീഷണിയാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ആണവായുധങ്ങൾ കൈവശം വെക്കുന്നു എന്ന് തന്നെയാണ്. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന് ലഭിക്കുന്നത് തന്നെ ലോക സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും ഉത്തര കൊറിയയെ പോലെ അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും പലപ്പോഴും ലംഘിക്കുന്ന ഒരു രാജ്യത്തിന്റെ കൈവശമാകുമ്പോൾ പറയേണ്ടല്ലോ സ്ഥിതി. രണ്ടാമത്തത് മിസൈൽ പരീക്ഷണങ്ങളാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള മിസൈൽ പരീക്ഷണങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഭീഷണി വർദ്ധിപ്പിക്കുകയും ആയുധ മത്സരത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഏകാധിപത്യ ഭരണകൂടമാണ് ഉത്തര കൊറിയ ഭരിക്കുന്നത് എന്നതാണ്. ഉത്തര കൊറിയയുടെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ പ്രവചിക്കാനാകാത്ത നയങ്ങളും മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര ഇടപെടലുകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അടുത്തത് അസ്ഥിരതയാണ്. കൊറിയൻ ഉപദ്വീപിലെ രാഷ്ട്രീയമായ അസ്ഥിരതയും സൈനിക സംഘർഷങ്ങളും ഈ സാധ്യതകളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഉത്തര കൊറിയയുടെ രഹസ്യായുധങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തര കൊറിയ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്.